നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മരുമകളായി നീ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരണോന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തോന്നേണ്ടവർക്ക് കൂടി തോന്നണ്ട മോളെ. അപ്പു പാവായതുകൊണ്ട് ഞാൻ അപ്പുനോട് പറയാം. ഈ വീട്ടില് എക്സാം മാറി എഴുതി ഒരാള് ഫെയിൽ ആയ കാര്യം അപ്പുനറിയാലോ. അറിയാം. അയാളുടെ ഒരു കാര്യം ഞാൻ വർമ്മ സാറിനോട് സംസാരിച്ചു. എന്ത് കാര്യം? ഹലോ മാഡം, ഞാൻ സംസാരിക്കുന്നതേ അപ്പുനോടാ. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ഓ ശരി. അപ്പു, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വർമ്മ സാറിനോട് അയാളുടെ റീ എക്സാമിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് ഈ രാജവട്ടം ശ്രമിച്ച നടക്കാത്ത കാര്യമുണ്ടെന്ന് അപ്പുന് തോന്നുന്നുണ്ടോ? അപ്പോ ചേച്ചിയെ റീ എക്സാം എഴുതിപ്പിക്കാൻ വെല്ലിച്ച സമ്മതിച്ചോ? ചേച്ചി, രാജുവേട്ടൻ പറഞ്ഞ കേട്ടില്ലേ? റീ എക്സാം എഴുതാൻ വെല്ലിച്ച സമ്മതിച്ചു. ഞാൻ വേഗം ചെന്ന് ഇക്കാര്യം അമ്മയോട് പറയട്ടെ. രാജു, സത്യമാണ് ഈ പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷായി. അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അച്ഛനെ കൊണ്ട് രാജു ഇതെങ്ങനെ സമ്മതിപ്പിച്ചു? രാജുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് വേണ്ടത് മാഡത്തിന്റെ നന്ദി വാക്കൊന്നുമല്ല. മാഡം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് ജയിക്കണം. പക്ഷേ മാഡം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാഡത്തിന് എക്സാം എഴുതിക്കാനുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ എന്നെയാണ് വർമ്മ സാറ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനായിരിക്കും മാഡത്തിന് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. പഠനത്തിന്റെ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസും മാഡം പ്രതീക്ഷിക്കണ്ട. അതെങ്ങനെ ശരിയാവും? എക്സാമിന് ഞാൻ തനിയെ പ്രിപ്പയർ ചെയ്തോളാം. അതൊന്നും നടക്കില്ല. ഞാൻ തന്നെയാണ് മാഡത്തിന് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. വർമ്മ സാറിനെ ഞാൻ വാക്കുകൊടുത്ത. മാഡം ധൈര്യമായിട്ടിരിക്കെ, നല്ല കോൺഫിഡന്റ് ആവ്. മാഡത്തിനെ എക്സാം എഴുതിപ്പിച്ച് ജയിപ്പിക്കുന്ന കാര്യം ഈ രാജു ഏറ്റു. ഞാൻ എക്സാം എഴുതി ജയിക്കാൻ പോകുന്നു. അങ്ങനെ ജയിച്ച എന്റെ കല്യാണം നടക്കില്ല. ഞാൻ എക്സാം എഴുതും, ജയിക്കും. ഞാൻ എക്സാം എഴുതാൻ പോകുന്നു. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. ഞാൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്ത കുട്ടിയായിരുന്നു. എന്റെ നിഴൽവട്ടത്തുനിന്ന് മാറാത്ത ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. അല്ലെങ്കിൽ പാവം അങ്ങേര് ഇതൊക്കെ കാണേണ്ടി വന്നേനെ. എന്നാലും ശ്രീലക്ഷ്മി എന്നോട് ഈ ചതി കാട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാധമേ, രാധമ്മ എവിടെ ഇരിക്കുക? മോളിരിക്കെ. അമ്മ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാ, കഴിക്ക്. എന്താ രാധമ്മ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല മോളെ, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. രാധമ്മയുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ടല്ലോ. രാധമ്മ കരയായിരുന്നോ? ഇല്ലല്ലോ. ഞാനെന്തിനാ കരയുന്നത്? എങ്കിൽ പനിക്കുള്ള കോളായിരിക്കും. ശ്രീലക്ഷ്മി എവിടെ? ഞാൻ അവളോട് ഒരു ഗ്ലാസ് ചൂട് ചുക്കുകാപ്പി എടുക്കാൻ പറയാം. അല്ലെങ്കിൽ രാധമ്മയ്ക്ക് ചുക്കുകാപ്പി എടുക്കാൻ അവളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? രാധമ്മ എന്റെയും കൂടി അമ്മയല്ലേ. രാധമ്മയ്ക്ക് ഞാൻ ചുക്കുകാപ്പി ഉണ്ടാക്കി തരാം. 2 മിനിറ്റ്.
ധാരാധമേ ചുക്ക് കാപ്പി റെഡി. കുടിക്കേ. എങ്കിൽ ഞാൻ പോട്ടെ രാധമ്മേ. എന്താ രാധമ്മേ? എന്റെ മരുമകളായി നീ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരണോന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തോന്നേണ്ടവർക്ക് കൂടി തോന്നണ്ടേ മോളെ. എനിക്ക് മോളെ വലിയ ഇഷ്ടാ. രാജുവിനും മോളെ ഇഷ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ രാധമ്മേ ഓർമ്മ വെച്ച കാലം മുതല് ഞാനീ കാത്തിരിക്കുന്നെ. എന്നെങ്കിലും രാജു എന്റെ സ്നേഹം മനസ്സിലാക്കാതിരിക്കില്ല. ഞാനേ വീട്ടിൽ പോയി പനിയുടെ ടാബ്ലറ്റ് ഉണ്ടോ നോക്കട്ടെ. വീട്ടിലില്ലെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്റെ രാധമ്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ ശരി, പോട്ടെ. ശ്രീലക്ഷ്മി ഹരീഷൻ തമ്മിലുള്ള ബന്ധം രുക്മിണി അറിഞ്ഞ അതോടെ എല്ലാം തീരും. ഉറപ്പായും രുക്മിണി ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പാവം രമ്യയുടെ മനസ്സിലെ ആഗ്രഹത്തിനും പിന്നെ രുക്മിണി സമ്മതിച്ചെന്ന് വരില്ല. രാജു, ഫീസ് അടയ്ക്കാൻ കോളേജിൽ പോണം. ഞാൻ ഫ്രീ ആണ് മാഡം. മാഡം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഉടനെ ഇറങ്ങാം. കേട്ടില്ലമ്മേ, അവള് വീണ്ടും എക്സാം എഴുതാനുള്ള പുറപ്പാടാ. അവൾ എഴുതട്ടടാ. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ. നമുക്ക് വേണ്ടതേ അവളുടെ ആസ്തികളുടെ ആധാരമാ. അത് കയ്യിലേക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നേ. അതിന് അവൾക്ക് വന്ന കല്യാണാലോചന മുടങ്ങണ്ടേ? മുടങ്ങണം. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നീ ആദ്യം അവളുമായി എങ്ങനെയെങ്കിലും ഒന്ന് സൗഹൃദം സ്ഥാപിക്ക്. എന്താ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലോ മാഡം. ഋതികെ, ഫീസ് അടയ്ക്കാൻ കോളേജിൽ ഋതികെ ഞാൻ കൊണ്ടുപോവാ. ഏയ് അത് വേണ്ട, അതൊന്നും ശരിയാവില്ല. ജയിക്കുമെന്ന് യാതൊരു ഉറപ്പില്ലാഞ്ഞിട്ട് പോലും ഞാൻ തരുന്ന ഒരു അവസരമാണിത്. എക്സാം ഫീ അടയ്ക്കാനുള്ള പണവും വേസ്റ്റാക്കി എന്നെ നാണം കെടുത്തരുത് എന്ന ചിന്ത ഉണ്ടായാൽ നന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.